ശബരിമലയിലെ ദ്വാരപാലക പാളിയുടെയും കട്ടിളപ്പാളിയുടെയും കസ്റ്റോഡിയൻ തന്ത്രിയല്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. തന്ത്രി ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക നേട്ടം കൈവരിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിലില്ല. SIT സമർപ്പിച്ച അറസ്റ്റ് മെമ്മോയിലോ റിമാൻഡ് റിപ്പോർട്ടിലോ പറയുന്ന കാര്യങ്ങൾ പലതും വിചിത്രമാണെന്നും CD അനിൽ ജനം TVയോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ളത് ശബരിമലയിലെ തന്ത്രിയാണ്. ഈ തന്ത്രിയിലേക്ക് SIT എത്തിയതും അതോടൊപ്പം തന്നെ SIT സമർപ്പിച്ചിട്ടുള്ള അറസ്റ്റ് മെമ്മോയിലും റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്ന കാര്യങ്ങൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഈ അഡ്വക്കേറ്റ് CD അനിൽ അദ്ദേഹമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിലും ഈ അറസ്റ്റ് മെമ്മോയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഈ SIT മുന്നോട്ട് വെക്കുന്ന കുറ്റങ്ങൾ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മളിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന ആവശ്യത്തിലേക്കാണ് റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഒരു വ്യക്തിയെ ജയിലിലേക്ക് അയക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സാങ്കേതികവും അടിസ്ഥാനപരമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ ആ റിമാൻഡ് റിപ്പോർട്ടിലുണ്ടാവണം. അപ്പം പ്രോസിക്യൂഷൻ്റെ കേസ് എന്ന് പറയുന്നത് അദ്ദേഹം ആചാരലംഘനം നടത്തി അരിഞ്ഞു വാങ്ങിക്കാതെ ഇത് ഇളക്കി കൊടുക്കുന്നതിനും അതുവഴി അത് ഉണ്ണികൃഷ്ണൻ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ലഭിക്കുന്നതിനും ഇടവരുത്തിയെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള മുഖ്യ ആരോപണം. പിന്നെ ഇളക്കിയ ശേഷവും അദ്ദേഹം ദൈനംദിനം നേരിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിലും ഈ കട്ടിളപ്പാളി അവിടെ ഇല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി അദ്ദേഹം അത് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്നാണ്. അപ്പം അവിടെ നമുക്കൊരു സാങ്കേതികമായി പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് തന്ത്രിയുടെ ലെറ്ററിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മെയിൻ്റനൻസിനായിട്ട് കൊണ്ടുപോകുന്നത്. ആ മെയിൻ്റനൻസായിട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിട്ടൊരു ROC തീരുമാനമുണ്ട്. ആ ROC തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇളക്കിയത്. അപ്പം ദേവസ്വം ബോർഡിൻ്റെ ROC തീരുമാനപ്രകാരം ഇളക്കിയ ഒരു ഫാക്റ്റിനെ സംബന്ധിച്ച് വീണ്ടും തന്ത്രി അത് വീണ്ടും ദേവസ്വം ബോർഡിനെ അറിയിക്കുക എന്ന് പറയുന്നത് ആശ്ചര്യജനകമാണ് ആ റിപ്പോർട്ടിലെ പരാമർശം. അപ്പം ആ നിലയിൽ നമുക്ക് ഒരിക്കലും ഒരു കുറ്റകരമായ ഗൂഢാലോചന അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തത്തക്ക നിലയിൽ യാതൊരു അടിസ്ഥാനമായിട്ടുള്ള യാതൊരു മെറ്റീരിയലും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതോടൊപ്പം തന്നെ ഈ ആചാരലംഘനം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാറുന്നത് അത് കോടതിയുടെ മുന്നിൽ നിൽക്കുമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ? ആചാരലംഘനം എന്ന് പറയുന്നത് ആചാരലംഘനത്തെ സംബന്ധിച്ചിട്ട് കൃത്യമായി കേസെടുക്കുന്നതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ യാതൊരു വകുപ്പുകളും ഇല്ലല്ലോ. PC ആക്ടിലും വകുപ്പില്ല. പിന്നെ ആചാരലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് തന്ത്രിയാണ്. അത്തരത്തിൽ ഒരു പരാമർശങ്ങൾ എങ്ങും തന്നെ ഇത് 2019 നാൾ വരെയും പറഞ്ഞു കേട്ടിട്ടില്ല. ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേവൻ്റെ അനുജ്ഞ വാങ്ങിക്കുമെന്നാണ് പറഞ്ഞ് അറിയാറ്. അപ്പോൾ അനുജ്ഞ വാങ്ങിച്ചിട്ടാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ വേർഷൻ. അനുജ്ഞ വാങ്ങിക്കുന്നത് എവിടെയെങ്കിലും രേഖപ്പെടുത്താറുണ്ട്? അനുജ്ഞ വാങ്ങിക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തുവാൻ ഈ ദേവസ്വം മാനുവൽ പ്രകാരം എങ്ങും രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ അത് അനുജ്ഞ എന്ന് പറഞ്ഞാൽ ദേവനും ആചാര്യനും തമ്മിലുള്ള വിഷയമാണ്. അത് പലതരത്തിൽ ക്ഷേത്രത്തിൻ്റെ അനുസരിച്ചും തന്ത്രം അനുസരിച്ചൊക്കെ കാലഗതി അനുസരിച്ച് ദേശം അനുസരിച്ച് മാറാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അനുജ്ഞ വാങ്ങിച്ചില്ല എന്നുള്ള പോയിൻ്റൊക്കെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതിനകത്ത് അദ്ദേഹം കൃത്യമായി എല്ലാ ദിവസവും ശ്രീകോവിലേക്ക് കയറുമ്പോൾ ഈ കട്ടിളപ്പാളികൾ അവിടെ ഇല്ല എന്ന അറിവോട് കൂടിയിട്ട് അദ്ദേഹം കയറി ഇറങ്ങുമായിരുന്നു. ആ മാസപൂജയ്ക്കും ശേഷവും അദ്ദേഹം ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല. ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് വാസ് റിമൂവ്ഡ് ആസ് പെർ ദ ഓർഡർ ഓഫ് ROC ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഇറ്റ്സെൽഫ്. അതിനുള്ള തന്ത്രിയുടെ വിഷയത്തിൽ തന്ത്രി കൊടുത്തിട്ടുള്ള ലെറ്ററുകളെല്ലാം തന്നെ സ്വർണം പൂശിയെന്ന് തന്നെയാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ലെറ്ററുകളിലുള്ളത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തത്. ഉൾപ്പെടെ ഒത്താശ ചെയ്തു ഒത്താശ ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു 2007-2008 കാലയളവിൽ അവിടെ പരികർമ്മിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ഫോട്ടോഗ്രാഫുകൾ വെച്ചിട്ട് ഇദ്ദേഹമായിട്ട് അടുപ്പമുണ്ടെന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്താശ എന്ന് പറയുന്നത് എന്ത് പർപ്പസിനാണ്? അതിനകത്താണ് നിയമം പറയുന്നത് PC ആക്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ വേണം, IPC സെക്ഷൻസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോങ്ഫുൾ ഗെയിൻ വേണം. ആ റോങ്ഫുൾ ഗെയിൻ എന്താ? നേരിട്ടുള്ള ഒരു ഇടപെടൽ തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ഈ റിപ്പോർട്ടിലെങ്ങും തന്നെയില്ല. അതിനകത്ത് തന്ത്രി മൗന അനുവാദം നൽകിയെന്നാണ് പറയുന്നത് ഇത് കൊണ്ടുപോകുന്നതിന്. മൗനാനുവാദം എന്ന് പറഞ്ഞാൽ Chapter 14 പ്രകാരം തന്ത്രി സബോർഡിനേറ്റാണ്, ദേവസ്വം ബോർഡിൻ്റെ സബോർഡിനേറ്റാണ്. അദ്ദേഹം ഒരു മാനുവൽ പ്രകാരം ഒരു വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് റോളില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊണ്ടുപോയിട്ടുള്ള മഹസറിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനായിട്ട് ഇപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 13-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 12-ാം തീയതി കോടതി അവധിയായതുകൊണ്ട് 13-ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ തന്ത്രി നേരിട്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളത് SITക്ക് അറസ്റ്റ് മെമ്മോയിലോ അല്ലെങ്കിൽ മറ്റ് റിമാൻഡ് റിപ്പോർട്ടിലോ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് മറ്റുള്ള തലത്തിലുള്ള, അതായത് ഈ ആചാരലംഘനം അല്ലെങ്കിൽ അനുജ്ഞ വാങ്ങിയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെങ്ങനെയാണ് ഒരു റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് ദേവനും തന്ത്രിയുമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ള ചോദ്യമൊക്കെയാണ് ഇപ്പോൾ അഭിഭാഷകരും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും തന്ത്രി ഇപ്പോൾ റിമാൻഡിലാണ്. ജാമ്യാപേക്ഷ വരുന്ന 13-ാം തീയതിയാണ് പരിഗണിക്കുക. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.